വന്നു ഞാൻ. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. എണ്ണീറ്റ് തന്നെ 12 മണിക്കാണ്. എണ്ണീറ്റ് തന്നെ കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ പച്ചവെള്ളം മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. ചേച്ചിയുടെ ഹോസ്റ്റലില്ല. പുള്ളിക്കാരി രാവിലെ മടി പിടിച്ച് ഒന്നും ഉണ്ടാക്കണ്ട പോയതൊന്നും എന്താണെന്നറിയില്ല. എന്നിട്ടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി പാവം ഒരുക്കി വേണ്ടി കഷ്ടപ്പെട്ട് മുട്ട പൊരിച്ചതും തോരനും അച്ചാറും എല്ലാം ഉണ്ട്. ഇത് മതി ധാരാളം. ഇനി എന്ത് രാവിലെ കഴിക്കും പറഞ്ഞ് ആലോചിച്ചിരുന്നപ്പോഴാണ് ഫ്രിഡ്ജ് തുറന്ന് നോക്കാൻ വിചാരിച്ചത്. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ അതിനകത്തൊരു ക്യാരറ്റ് കേക്ക് ഇരിപ്പുണ്ട്. പിന്നെ ഇനി എന്ത് ചെയ്യാൻ, ഉള്ളത് കൊണ്ട് ഓണം പോലെ വിചാരിച്ച് അത് തന്നെ കഴിക്കാൻ വിചാരിച്ചു. എനിക്കറിയില്ല കേട്ടോ, എല്ലാവർക്കും ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റുടനെ ഇങ്ങനത്തെ കേക്ക് സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റുമെന്ന്. ആക്ച്വലി എനിക്ക് പറ്റില്ല, പക്ഷേ വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് കഴിച്ചു. അങ്ങനെ ആർത്തി മൂത്ത് കേക്കെല്ലാം കൂടെ വാരി എടുത്തെങ്കിലും എൻ്റെ വിശപ്പിനെ ഇത്ര കഴിക്കാൻ സമ്മതിച്ചുള്ളൂ. പിന്നെ ഇനി ഞാൻ വെള്ളം കുടിക്കാൻ ഭയങ്കര പുറകോട്ടായതുകൊണ്ട് ചേച്ചി ഉണ്ടാക്കി വെച്ച കുറച്ച് കേട് ഇരിപ്പുണ്ടായിരുന്നു. അത് എടുത്തിട്ട് ഏതെങ്കിലും ഗ്ലാസ്സിലും എല്ലാം കലക്കി കുടിക്കാൻ തന്നെ വിചാരിച്ചു. എന്നിട്ടോ അവിടെ എല്ലാം വെച്ച് സാരിയല്ല പോട്ടെ, ആരും അറിയണ്ട. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചപ്പോൾ വെള്ളത്തിന് തീരെ തണുപ്പില്ല. അപ്പോൾ കുറച്ച് തണുപ്പായിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം എടുത്ത് വെച്ചു. അടുത്ത് ഉപ്പിടാൻ നോക്കിയപ്പോൾ ഉപ്പില്ല. എനിക്കിപ്പോൾ അവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല. അവളുടെ വീട്, ഞാൻ എങ്ങനെ അറിയും ഇവിടെ ഉപ്പെന്ന്. പിന്നെ എനിക്ക് എല്ലാ പെട്ടിയും തുറന്ന് നോക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഇനി ഉപ്പൊന്നും വേണ്ട വിചാരിച്ച് അങ്ങനെ അങ്ങ് കുടിക്കാൻ തീരുമാനിച്ചു. അത് കാണുമ്പോൾ കുടിക്കാൻ തോന്നില്ല, അതിൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. കുടിച്ച് നോക്കിയപ്പോഴോ വായിലൊക്കെ കൊള്ളാത്ത സാധനം. എനിക്ക് അറിയില്ല, ഇതെങ്കിലും കുടിച്ചില്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ വെള്ളം കുടിക്കില്ല. അതുകൊണ്ട് വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് ഞാനത് മൊത്തം കുടിച്ചു. പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു. അടുത്തായിട്ട് സ്കിൻ കെയർ തുടങ്ങണമെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സീറോ ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. കയ്യിൽ പൈസ ഉള്ള സമയത്ത് എല്ലാവരും വാരി തേക്കുന്നുണ്ട്, ഞാനും വാങ്ങിയിട്ട് വാരി തേക്കാൻ തുടങ്ങിയതാണ്. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എവിടെന്നോ പൊക്കിയെടുത്തോണ്ട് വന്നത്, അല്ലാണ്ട് ഞാനൊന്ന് സ്ഥിരം ഉപയോഗിക്കുന്നില്ല. എനിക്ക് സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞാൽ അത്ര മടിയുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ സൺസ്ക്രീൻ. എൻ്റെ എത്ര സൺസ്ക്രീൻ ഉണ്ടായിരുന്നു അറിയോ? അതൊക്കെ ഏത് വഴി പോയി എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. എനിക്ക് സൂക്ഷ്മത ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നില്ല, ഓരോ വഴിക്ക് പോയി. പിന്നെ എൻ്റെ ടിൻറ്റർ ലിപ്പ്, അവൻ്റെ ഫേവറേറ്റ് ടിൻറ്റർ ലിപ്പ് കാണാനില്ല. അതിന് അവിടെ കൊണ്ട് കളഞ്ഞ ആൾക്കറിയാം. പിന്നെ ഉള്ളത് കൊണ്ട് അതും അഡ്ജസ്റ്റ് ചെയ്തു. മൊത്തത്തിൽ ദിവസം ഫുൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരുന്നു. എന്താക്കുമെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പം ശരി, ബൈ.